ഇതാരാ വെച്ചത്? അയ്യോ എനിക്ക് ശൂന്യ, ഞാൻ പറഞ്ഞില്ല ശൂന്യതയൊന്നും വന്നതാണോ ഇനി? എനിക്കറിയില്ല. എന്തായാലും തുറന്ന് പരിശോധിക്കാം. പിന്നെ എന്താണെന്ന് അറിയണം. നോക്കാം. അപ്പോ എന്നെ തുറന്നോളൂ. ഇത് ഭയങ്കര സംഭവങ്ങളാണല്ലോ ഇതിനകത്ത്. ഇവിടെ കൂടെ നോക്കാം അല്ലേ? അയ്യോ ഇതിനകത്തൊക്കെ ഒന്നുമില്ല. ഇതെന്ത് വെറും പെട്ടി കൊണ്ടുപോയി. ഇതൊന്നും ഇവിടെ വെച്ചേക്കണേ? കാലിപ്പെട്ടിയാണ് ഇവിടെ കൊണ്ടുവച്ചത്. അതെ ചേച്ചാ, കാലിപ്പെട്ടി ആരാ വെച്ചത്? ചേട്ടൻ കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾക്ക് ഈ മാജിക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരെല്ലാം. ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടു പെട്ടിയാണ്? ഞങ്ങൾ അടിച്ചു മാറ്റിയൊന്നുമല്ല. ഞങ്ങൾ ഇവിടെ പോയി സാധനം പിടിക്കുന്നു. അപ്പൊ ചേട്ടനോട് മാജിക്ക് ചെയ്യുന്നു. നല്ല മാജിക് കൊണ്ടു നോക്കാം. ഇതിനകത്ത് ഒന്നുമില്ല ചേട്ടാ. ആരെങ്കിലും വന്നതും കൊണ്ടുവയ്ക്കും. ജീവൻ ചെയ്യുന്നത് ഇതെന്താ? എന്താണ് അന്റെ സാരി? സാരി വരുന്നു. അന്നക്ക് ഇനിയും ടെക്സ്റ്റൈൽസ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഈ പെട്ടി കൊണ്ട് പോയാൽ മതി. സാരി ധാരാളം. ഇത് ഒരു സാരി, രണ്ടാമത്തെ സാരി, അയ്യോ മൂന്നാമത്തെ സാരി, ഇനിയുണ്ട സാരി, രണ്ട് സാരി. തീരുന്നില്ലല്ലോ സാബു ചേട്ടാ. അതെ മൂന്നാമത്തെ സാരി. ഇതൊക്കെ പദ്ധതിയാണല്ലോ. കൊള്ളാമല്ലോ. ടെക്സ്റ്റൈൽസുകാരെല്ലാം അവര് പണിപൂട്ടി പോകുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. ചേട്ടന്മാരിങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മള് രാവിലെ സാരി അന്വേഷിക്കാനായിട്ട് ഈ പെട്ടി തുറന്നായിരുന്നു. പക്ഷെ ഇത് മാജിക്കിൽ കൂടി വരുന്ന സാരിയാണ്. അപ്പൊ ഇത് ഒറിജിനൽ അല്ലേ? ആണല്ലോ. ഒറിജിനൽ മറ്റൊരു സാരി. നാലാമത്തെ സാരി. അയ്യോ ഇനിയെന്താ? ഇത് എപ്പോഴും ചിരിഞ്ഞതിനകത്ത് കാലിപ്പെട്ടിക്കകത്ത് സാരി എടുക്കുന്നു. ഇത് ഭയങ്കരമായ ചാലം തന്നെ. സമ്മതിച്ചിരിക്കുന്ന ചേട്ടാ. ചേട്ടാ ചേട്ടാ ഇതുമാതിരി പെട്ടിയുടെ വേറെ കാര്യം. എന്താണ്? സാരി ഷർട്ടും പാൻറ് അല്ലേ? ആദ്യം ഞാൻ ഒരു മാജിക് പഠിപ്പിച്ചു തരാം. പിന്നെ അത് ഉപയോഗിച്ചിട്ട് ഷർട്ടും പാൻറ് എടുക്കാൻ പറ്റും. റെഡിയാണ്. ശരി, നിങ്ങൾ പഠിച്ചോണേ. എല്ലാവരും പഠിച്ചോണേ, ശ്രദ്ധിച്ചോണേ. എങ്ങനെയാണ് നമുക്ക് നോക്കാം. നിങ്ങളൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ചേട്ടാണല്ലോ. അതെ അതെ. ഇത് എത്ര പീസാണ്? രണ്ട് പീസ്. രണ്ട് പീസ് ഉറപ്പാണ്. പിന്നെ രണ്ട് പീസ്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, മൈക്കോടെ വെക്കൂ. രണ്ട് പീസ് പിടിച്ചേ. പിടിക്കുവന്നെ. അന്ന് രണ്ട് ക്ലോസ് ചെയ്ത് പിടിക്കുന്നു. കണ്ടല്ലോ. എല്ലാം അന്ന് രണ്ട് പീസും പിടിച്ചിരിക്കുകയാണ്. സാബൂനും ഒരു രണ്ട് പീസ്. എന്നെ കെട്ടിക്കാൻ പോകണം. ശരി, മൈക്കോടെ വെച്ചോളൂ. ഇതുപോലെ പിടിച്ചോളൂ. ഞാൻ പിടിച്ചിരിക്കുന്നു രണ്ട് പീസ് അല്ലേ? അപ്പൊ ചെറിയൊരു മാജിക് ആണ്. ഞാൻ ഇത് സാബുവിന്റെ കയ്യിൽ ഇതുപോലെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, രണ്ട് പീസ് വെച്ച് ക്ലോസ് ചെയ്യാം. ഈ രണ്ട് പീസ് ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ച് ക്ലോസ് ചെയ്തോളൂ. ക്ലോസ് ചെയ്തല്ലോ. ഒന്ന് നോക്കി പിടിച്ചേ. രണ്ട് പീസ് അവരെ പൊക്കി പിടിച്ചിരിക്കുകയാണ്. രണ്ടും എത്ര പീസാ? ഷുവറല്ലേ? 1 2 3. അത് സിംഗിൾ പീസ്. 1 2 3. എന്താ ഈ മാജിക് ഇഷ്ടമായോ? ഇത് വളരെ വളരെ സിമ്പിൾ മാജിക് ആണ്. ആദ്യമായി ചെയ്യേണ്ടത് ഇതുപോലുള്ള ചാക്കുന്നു എടുക്കുക. ഇത് പിള്ളേരെ പറ്റിക്കുന്ന സാധനമാണ്. ഇതുപോലെ ചണവലെടുത്തിട്ട് ഇതാ ഇതുപോലെ അതൊന്ന് വലിച്ചെടുക്കുക. കണ്ടോ? കണ്ടു പഠിച്ചോട്ടോ. ഇതുപോലെ അത് പിരിച്ചെടുക്കുക. കണ്ടോ? കണ്ടോ? പിടുത്തത്തിലാണ് കാര്യം. മാജിക് മൊത്തം പിടുത്തത്തിലാണ്. കൈയുടെ കൈവേല ടൈമിംഗ് അല്ലേ? അത് കണ്ടോ? പിടിച്ചോണ്ടോ? അതിനുശേഷം ഇത് കറക്റ്റ് ആയിട്ട് രണ്ട് പീസാണ്. കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഇതുമാതിരി വെച്ചല്ലോ, ക്ലോസ് ചെയ്യാം. പിന്നെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന്
തിരിച്ചിട്ട് ഒരു വെടി ആ കറക്റ്റ് ഓപ്പോസിറ്റ് ഇരിക്കുക നമ്മൾ അയച്ചതിന് ഓപ്പോസിറ്റ് തിരിച്ചിട്ട് ഒരു വെടി അയക്കുക. വെച്ചാൽ അത് സിംഗിൾ പീസായി. ഇത് ഇത് മാജിക് ചെയ്യുമ്പോൾ ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പ്രേക്ഷകരോട് പറയരുത്. ആ, അതെ, അവര് അതെ, അത് അതെ. പറഞ്ഞാൽ അവര് വാച്ച് ചെയ്യും. അവര് എന്താണ് എന്താണ് സംഭവം എന്നുള്ളത്. അവരോട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. പറയും. എത്ര ഇല്ല, ഉണ്ട്? ഇല്ല. ഇവിടെ എത്ര ഉണ്ട്? 2, 4. അവരെ മനസ്സിലെന്താ സ്ട്രൈക്ക് ചെയ്യാം? 2, 4 piece ഉണ്ട്. ഇല്ലെങ്കിൽ 16 ആകും. അതെ, അതെ, അതെ. സംഭവം നേരെ ഓപ്പോസിറ്റ് ആണ്. നേരെ നേരെ opposite ആണ്. അവർക്ക് ചിന്തിക്കാനുള്ള അവസരം കൊടുക്കല്ലോ. ചിന്തിക്കാനുള്ള അവസരം കൊടുക്കും. അതെ, തീർച്ചയായും. ഇത് ഇതൊക്കെ പഠിച്ചല്ലോ. അയ്യോ, ഉഗ്രൻ. ഇത് വെച്ച് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അവരെ മുന്നിൽ പോയിട്ട് ഇത് പിടിക്കണം. ഞങ്ങളൊക്കെയാണ് അങ്ങനെ പോകും. അങ്ങനെ ഉള്ളൂ. നന്നായി പ്രാക്ടീസ് ചെയ്യാം. Okay, അതിനുശേഷം ഇത് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കും. തീർച്ചയായിട്ടും അപ്പൊ കണ്ടല്ലോ, വളരെ രസകരമായ ഒരു സിമ്പിൾ മാജിക് ആയിരുന്നു. Simple magic. മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്താൻ പറ്റുന്ന ഒരു Simple സിമ്പിൾ magic. നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. അല്ല, എങ്ങനെയുണ്ട്? അദ്ദേഹം അടിച്ചു പൊളിച്ചില്ലേ? അപ്പം വലിയ കൺഗ്രാറ്റ്സ്. Thank you. അടിപൊളി.